ഞാൻ പി ജെയിംസ്. വേൾഡ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ലോകത്ത് 35 ലക്ഷം പേർ കോവിഡിൻ്റെ പിടിയിലാണ്. കോവിഡിൻ്റെ ആക്രമണം മൂലം ജീവൻ പൊലിഞ്ഞത് 2.5 ലക്ഷം പേർക്കാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം 50,000-ഓളം പേർ മരണമടഞ്ഞു. മാനവരാശിയെ ഞെട്ടിച്ചുകൊണ്ടാണ് വൈറസ് ആളിപ്പടരുന്നത്. ലോക്ക്ഡൗൺ പിൻവലിക്കരുതെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോഴും ആ വിലക്കുകളെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് അമേരിക്കയും യൂറോപ്പും. കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. സ്വന്തം നാട്ടിലെത്താൻ വെമ്പൽ കൊള്ളുന്നവർ മുതൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഗൾഫ് നാടുകളിൽ രോഗബാധിതർ തന്നെ 65,000-ആയി. മരണമടഞ്ഞത് 350 പേർ. ആശങ്ക പടരുകയാണ്. ഇറാഖ് യുദ്ധകാലത്ത് കുവൈറ്റ് ആക്രമണമുണ്ടായപ്പോൾ നടത്തിയതിനേക്കാൾ വലിയ മടക്കയാത്രാ ദൗത്യമാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ 3 ലക്ഷത്തോളം മലയാളികൾ തിരിച്ചുവരവിനായി നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊഴിൽ നഷ്ടമായവർ 1 ലക്ഷത്തോളം വരും. ഇതിൽ 60,000 പേർ ഇതിനകം മടക്കയാത്രയ്ക്ക് രേഖാമൂലം സഹായം തേടുന്നു. ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരും പദ്ധതി ആവിഷ്കരിക്കേണ്ടതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങുന്ന മുറയ്ക്ക് ജോലി ഏറ്റെടുക്കാൻ ഗൾഫിലെ നിർമ്മാണ മേഖലയിൽ നിന്ന് മടങ്ങുന്ന തൊഴിലാളികൾ തയ്യാറാവുമോ എന്നറിയില്ല. എന്തായാലും കാർഷിക, വ്യാവസായിക, വ്യാപാര മേഖലകളിൽ ഇവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനോ തൊഴിൽ ചെയ്യാനോ ഉള്ള സൗകര്യമാണ് സർക്കാരും സ്വകാര്യ മേഖലയും ഒരുക്കേണ്ടി വരിക. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്താൻ സഹായിച്ചവരെ കേരളത്തിന് തള്ളിക്കളയാൻ കഴിയുമോ? പ്രവാസികളെ തിരികെ എത്തിക്കാൻ 3 യുദ്ധക്കപ്പലുകൾ നാവികസേന തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. വ്യോമസേനയുടെയും എയർ ഇന്ത്യയുടെയും വിമാനങ്ങൾ ഇതുവരെ ഇന്ത്യ കണ്ട ഏറ്റവും ബൃഹത്തായ ഗൾഫ് ദൗത്യത്തിന് തയ്യാറായി നിൽപ്പാണ്. കോവിഡിനെ നേരിടുന്നതിൽ പരാജയപ്പെട്ട ബ്രിട്ടൻ അതേസമയം വിദേശത്തുണ്ടായിരുന്ന അവരുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിൽ കാണിച്ച ഊർജ്ജസ്വലത ഇന്ത്യയും കണ്ടുപഠിക്കേണ്ടതാണ്. ഇന്ത്യയിലേക്ക് മാത്രം അവർ 35 വിമാനങ്ങളാണ് അയച്ചത്. 13 ലക്ഷം ബ്രിട്ടീഷ് പൗരന്മാരെ അവർ തിരിച്ചു കൊണ്ടുപോയി. വിദേശ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ അതേ ജാഗ്രത ഇന്ത്യ കാണിച്ചില്ലെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പാലിച്ചാണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പക്ഷം. നല്ല ജീവിതം സ്വപ്നം കണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ചോര നീരാക്കി നാടിനെയും കുടുംബത്തെയും കാത്തു സംരക്ഷിച്ചവരാണ് തിരിച്ചുവരുന്നത്. അവരെ നെഞ്ചോട് ചേർത്ത് നിർത്താനുള്ള ഹൃദയവിശാലത നാം കാണിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് മലയാളികൾ നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കൊരുങ്ങുമ്പോൾ അവധിക്കെത്തിയ മലയാളി നഴ്സുമാരെ തിരിച്ചു വിളിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലും ആതുര സേവനത്തിൽ പാദമുദ്ര പതിപ്പിച്ചവരാണ് മലയാളി ഡോക്ടർമാരും നഴ്സുമാരും. 75ഓളം മലയാളികൾ ഗൾഫിലും അമേരിക്കയിലുമായി മരിച്ചപ്പോൾ അവരിൽ ഭൂരിഭാഗവും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് കൂടി ഓർക്കണം. ജീവത്യാഗം ചെയ്യേണ്ടി വന്നവരിൽ പകുതിയോളവും ഗൾഫ് മേഖലയിലാണ്. അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടുപോകാൻ പ്രത്യേക വിമാനം തന്നെ അയക്കാൻ തയ്യാറായി സൗദി അറേബ്യയും കുവൈറ്റുമെല്ലാം രംഗത്തുണ്ട്. UAEയും ബഹ്റൈനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കുവൈറ്റ് പ്രധാനമന്ത്രി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടി. ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് സൗജന്യ വിമാനയാത്ര വാഗ്ദാനം ചെയ്ത് കുവൈറ്റ് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. കുവൈറ്റിൽ രോഗം ബാധിച്ചവരിൽ പകുതി പേർ ഇന്ത്യക്കാരാണ് താനും. ഇതിനിടയിൽ ഒമാനിൽ സ്വദേശീയവൽക്കരണത്തിന്റെ പേരിൽ സർക്കാർ മേഖലയിലെ മുഴുവൻ വിദേശികളെയും പിരിച്ചുവിടാൻ ഒമാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾക്ക് തിരിച്ചടിയായി. 10,000-കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നഷ്ടമാവാൻ ഇത് കാരണമാവും. കോവിഡ് എന്ന മഹാമാരി ഭൂഗോളത്തിൽ വ്യാപിക്കുമ്പോഴും രാഷ്ട്രീയ യുദ്ധത്തിലാണ് അമേരിക്കയും ചൈനയും. വൈറസിന്റെ ഉറവിടം വുഹാനിലെ ലാബിലാണെന്ന വാദത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വാദത്തെ എതിർത്ത് നിൽക്കുകയാണ് അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA. ട്രംപ് വഴങ്ങുന്ന ലക്ഷണമില്ല. ചൈനയ്ക്കെതിരെയുള്ള പോരാട്ടം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ലോകം മുഴുവൻ കോവിഡിൽ കുരുങ്ങി വലയുന്നു.
എന്നാൽ അപ്പോഴും രണ്ട് ലോകശക്തികൾക്കിടയിലെ പോരിന് ഒരു കുറവുമില്ല. അമേരിക്കയും ചൈനയും തമ്മിലുള്ള രാഷ്ട്രീയ വാണിജ്യ യുദ്ധത്തിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ലോകം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച രണ്ട് രാജ്യങ്ങൾ തൽക്കാലമെങ്കിലും പിൻവലിയാൻ ഒരുക്കമല്ല. കോവിഡിന്റെ ഉറവിടം വുഹാനിലെ വൈറസ് പരീക്ഷണശാലയാണ് എന്നതിനുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ എന്താണ് തെളിവുകൾ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് ട്രംപ് ഒഴിഞ്ഞുമാറി. Original location, and I think it could have been contained relatively easily. China is a very sophisticated country, and they could have contained it. They were either unable to or they chose not to, and the world has suffered greatly. ചൈനയുമായുള്ള വ്യാപാര ഇടപെടലുകളിൽ മാറ്റം വരുത്താൻ ഇടയുണ്ടോ എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ അത് നടപ്പാക്കുമെന്ന് ട്രംപ് പറയുന്നു. കൂടുതൽ ശക്തവും വ്യക്തവുമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ കൂടുതൽ ഉയർന്ന നികുതി ചുമത്തിയേക്കുമെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. താൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ ചൈന എന്തും ചെയ്യുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവർ കോവിഡിനെ കൈകാര്യം ചെയ്ത രീതിയെന്ന് റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ചൈനയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തനിക്കാകുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കി. എതിരാളി ജോ ബൈഡൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു. അതേസമയം കൊറോണ വൈറസ് മനുഷ്യനിർമ്മിതമോ ജനിതകമാറ്റം വരുത്തിയതോ അല്ലെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ ആവർത്തിക്കുന്നത് ട്രംപിന് തിരിച്ചടിയാണ്. കൊറോണ വൈറസ് മനുഷ്യനിർമ്മിതമോ ജനിതകമാറ്റം വരുത്തിയതോ അല്ല എന്ന വിശാലമായ ശാസ്ത്രീയ അഭിപ്രായത്തോട് രഹസ്യാന്വേഷണ വിഭാഗം യോജിക്കുന്നുവെന്ന് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറഞ്ഞിരുന്നു. അതേസമയം വൈറസിന്റെ ഉറവിടം സംബന്ധിച്ച് ഏകപക്ഷീയമായ അന്വേഷണത്തിന് അനുവദിക്കില്ലെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല. എന്നാൽ വൈറസിന്റെ ഉറവിടം എവിടെയെന്ന് കണ്ടെത്താൻ വിവിധ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ ചേർന്ന് നടത്തിയ അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ലേ യുചെങ് പറഞ്ഞിട്ടുണ്ട്. സമാനതകളില്ലാത്ത ആരോഗ്യ പ്രതിസന്ധിക്കൊപ്പം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കൊറോണ വൈറസ് വരുത്തിവെച്ചിരിക്കുന്നു. കൊറോണയെ തടയാൻ ഫലപ്രദമായ വാക്സിൻ കണ്ടെത്തുകയാണ് യഥാർത്ഥ പരിഹാരമാർഗം. ഓക്സ്ഫോർഡിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പൂനെയിലെ സെറം എന്ന ഇന്ത്യൻ കമ്പനി ഈ ഗവേഷണത്തിൽ പങ്കാളിയാവുന്നത് ഇന്ത്യക്കും അഭിമാനകരമാണ്. ഇതൊരു പക്ഷേ ഗെയിം ചേഞ്ചറായേക്കാം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ ലോകം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഈ പരീക്ഷണത്തിന്റെ ഫലത്തിനായി 32-കാരിയായ എലിസ ഗ്രനാറ്റോയിലാണ് ആദ്യ വാക്സിൻ പരീക്ഷിച്ചത്. മൈക്രോബയോളജിസ്റ്റായ എലിസ ഗ്രനാറ്റോയ്ക്ക് ഇത്തരമൊരു ഉദ്യമത്തിന് തയ്യാറാവുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യം മാത്രം. I'm a scientist, so of course I want to try and support science, the scientific process whenever I can. And since I don't study viruses, I felt a bit useless these days, so I felt like this is a very easy way for me to support the cause. Yeah, that's why I'm here and I'm excited. എലിസ ഗ്രനാറ്റോയ്ക്കൊപ്പം 30-നും 55-നും ഇടയിലുള്ള 800ഓളം വളണ്ടിയർമാരിൽ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. പകുതി പേർക്ക് COVID-19 വാക്സിൻ നൽകുമ്പോൾ പകുതി പേർക്ക് നിയന്ത്രിത വാക്സിനാണ് നൽകുക. ഫലമറിയാൻ മാസങ്ങളെടുക്കും. സാധാരണഗതിയിൽ ഒരു വാക്സിൻ കണ്ടെത്താൻ 7 മുതൽ 10 വർഷം വരെ എടുക്കും. ആദ്യം ക്ലിനിക്കൽ ട്രയലും പിന്നീട് മൃഗങ്ങളിലുള്ള പരീക്ഷണവും ഏറ്റവും അവസാനമാണ് മനുഷ്യരിലുള്ള പരീക്ഷണം നടക്കുക. എന്നാൽ വെറും 3 മാസം കൊണ്ടാണ് ഓക്സ്ഫോർഡിലെ ശാസ്ത്രജ്ഞർ ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഏതാണ്ട് 80ഓളം സ്ഥാപനങ്ങൾ കോവിഡിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമം തുടരുന്നുണ്ട്. അമേരിക്കയിലും ചൈനയിലും ചില കമ്പനികൾ മനുഷ്യരിലും പരീക്ഷണം നടത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത്? കൊറോണ വൈറസിലെ സ്പൈക്ക് പ്രോട്ടീനിൽ നിന്ന് ജീനുകൾ വിഘടിപ്പിച്ചെടുത്ത് ശാസ്ത്രജ്ഞർ അപകടകാരിയല്ലാത്ത മറ്റൊരു വൈറസിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് വാക്സിൻ. തുടർന്ന് പരീക്ഷണത്തിനായി സ്വീകർത്താവിന്റെ കോശത്തിലേക്ക് കുത്തിവെക്കുന്നു. അതോടെ ശരീരത്തിൽ കൊറോണ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങുന്നു. ഇത് സ്വീകർത്താവിന്റെ പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിക്കുന്നു. ഇതോടെ
രോഗപ്രതിരോധ വ്യൂഹം ആന്റിബോഡികളും ടി സെല്ലുകളും ഉൽപ്പാദിപ്പിക്കും. ഇതേ ആന്റിബോഡികളും ടി സെല്ലുകളും ഭാവിയിലും കൊറോണ വൈറസുകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും. കൂടുതൽ പേരിൽ പരീക്ഷണം നടത്തിയാൽ മാത്രമേ വാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നാണ് വാക്സിൻ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ ആൻഡ്രൂ പൊളാർഡ് പറയുന്നത്. Well, at this moment, we're chasing the end of this current epidemic wave. And of course, if we don't catch that, we won't be able to tell whether the vaccine works in the next few months. But we do expect that there will be more cases in the future because this virus hasn't gone away. At this moment, it would be very difficult to do that with a disease which potentially has quite a high fatality. So I think if we reached a point where we had some treatments for the disease and we could guarantee the safety of volunteers, that would be a very good way of testing a vaccine. ദൗത്യം വിജയിക്കുകയാണെങ്കിൽ സെപ്റ്റംബറോടെ 1 മില്യൺ വാക്സിൻ ഡോസുകൾ നിർമ്മിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഓക്സ്ഫോർഡ് സർവകലാശാല. -80 ഡിഗ്രി തണുപ്പിലാണ് വാക്സിൻ സൂക്ഷിക്കുന്നത്. ലോകം കാത്തിരിക്കുകയാണ് ഈ വാക്സിന്റെ വിജയത്തിനായി. ദിനംപ്രതി 10,000-കണക്കിന് ജീവനുകളെ രക്ഷിക്കാൻ. ബ്രിട്ടനിൽ കോവിഡ് ബാധ ഗുരുതരമായി തുടരുമ്പോഴും രോഗത്തെ പിടിച്ചുകെട്ടി എന്ന അവകാശവാദത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും സ്ഥിതി മെച്ചപ്പെട്ടു എന്നത് ശരിയാണ്. എന്നാൽ ഇതുവരെ യൂറോപ്പിൽ 1.5 ലക്ഷത്തോളം പേർ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. ജർമ്മനിയിൽ ലോക്ക്ഡൗൺ പിൻവലിച്ചതിന് പിന്നാലെ രോഗികൾ കൂടി വരികയാണ്. ഇതിലൊന്നും കുലുങ്ങാതെ ചർച്ചകളിൽ ലോക്ക്ഡൌൺ പിൻവലിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇറ്റലി കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് ബാധിച്ചു മരിച്ച രാജ്യമായി ബ്രിട്ടൻ മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നഴ്സിംഗ് ഹോമുകളിലെ കോവിഡ് മരണങ്ങൾ സർക്കാർ സമ്മതിച്ചതോടെയാണിത്. രാജ്യത്തെ നഴ്സിംഗ് ഹോമുകളിലും കമ്മ്യൂണിറ്റിയിലും നിരവധി പേരാണ് കോവിഡ് മൂലം മരിച്ചത്. രാജ്യത്തെ മരണസംഖ്യ 28,000-ത്തോടടുക്കുമ്പോൾ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,75,000-ത്തോളമായി. ഇതിനിടയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ 13 ലക്ഷം പൗരന്മാരെ ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്ത് തിരിച്ചെത്തിച്ചു. അതേസമയം രോഗമുക്തനായ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫീസിലെത്തി. തീവ്രവ്യാപന ഘട്ടത്തിൽ നിന്ന് ബ്രിട്ടൻ കരകയറിയെന്നാണ് ബോറിസ് ജോൺസന്റെ നിലപാട്. And so I can confirm today that for the first time we are past the peak of this disease. We're past the peak and we are on the downward slope. എന്നാൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ച് ഉടൻ തീരുമാനമെടുക്കില്ലെന്ന് ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ എന്നു മുതൽ എടുത്തുകളയണം എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നയാഴ്ചകളിൽ കൂടുതൽ വ്യക്തത വരുമെന്നും ബോറിസ് അറിയിച്ചിട്ടുണ്ട്. സമ്പർക്കം മൂലമല്ലാത്ത രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നും ഇത് ഏറെ ആശ്വാസകരമാണെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. രോഗവ്യാപനം തടയുന്നതിലും മരണനിരക്ക് കുറച്ചു നിർത്തുന്നതിലും ബ്രിട്ടീഷ് സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനം വ്യാപകമാണെന്നിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെയും സർക്കാർ വൃത്തങ്ങളുടെയും വിശദീകരണം. ഫ്രാൻസിൽ സ്ഥിതി മെച്ചപ്പെടുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. രാജ്യത്ത് നിത്യേനയുള്ള പുതിയ രോഗികളുടെ എണ്ണത്തിൽ 1.1% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള രോഗികളുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട്. മരണസംഖ്യ 25,000-ഉം രോഗികളുടെ എണ്ണം 1,70,000-മാണ്. രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. സ്കൂളുകളും ബിസിനസ് സ്ഥാപനങ്ങളും അധികം വൈകാതെ തുറക്കും. എന്നാൽ കഫേകൾ, റെസ്റ്റോറന്റുകൾ, ബീച്ചുകൾ എന്നിവ ജൂൺ വരെ തുറക്കില്ല. നിലവിൽ ഈ മാസം 11 വരെയാണ് ഫ്രാൻസിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഇറ്റലിയും സ്പെയിനും ആശ്വാസം കൊള്ളുകയാണ്. ആശങ്കാജനകമായ സാഹചര്യം രാജ്യം പിന്നിട്ടുവെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇറ്റലിയിൽ ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 15 ദിവസമായി കുറവ് രേഖപ്പെടുത്തി. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള രോഗികളുടെ എണ്ണം കഴിഞ്ഞ 1 മാസമായി നിത്യേന കുറഞ്ഞുവരികയാണ്. അതേസമയം രാജ്യത്തെ ചില മേഖലകളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ
ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനെതിരെ പ്രധാനമന്ത്രി ഗിസപ്പെ കോണ്ടെ രംഗത്തെത്തി. കൊറോണയുടെ രണ്ടാം വരവിനെ ചെറുക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇത്തരം നടപടികളെന്ന് കോണ്ടെ പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി കോണ്ടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടനാവകാശങ്ങൾ നിഷേധിക്കുകയാണെന്ന നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികളുടേത്. സ്പെയിനിലും സമാനമാണ് സ്ഥിതിഗതികൾ. രാജ്യത്ത് ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗം ഭേദമായി ആശുപത്രി വിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. സാഹചര്യം മെച്ചപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ മാസം 4 മുതൽ 4 ഘട്ടമായി ഇളവുകൾ നൽകാനാണ് സ്പാനിഷ് സർക്കാർ ആലോചിക്കുന്നത്. ബാർബർ ഷോപ്പുകളടക്കം തുറന്നു നൽകും. റഷ്യൻ പ്രധാനമന്ത്രി മിഖായൽ മിഷുസ്തിന് കോവിഡ് സ്ഥിരീകരിച്ചതാണ് പോയ വാരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. നിരീക്ഷണത്തിൽ പോയ പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഉപപ്രധാനമന്ത്രി ആൻഡ്രി ബെലോസോവാണ് ചുമതലകൾ വഹിക്കുന്നത്. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 1,10,000-ത്തോടടുക്കുമ്പോൾ മരണസംഖ്യ 1000 കടന്നു. നേരത്തെ രോഗവ്യാപനത്തെ തുടർന്ന് 2 ആഴ്ച കൂടി രാജ്യത്ത് ലോക്ഡൌൺ നീട്ടിയിരുന്നു. ജർമ്മനി, ബെൽജിയം, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് ഭീഷണി തുടരുകയാണ്. ഇതിൽ ജർമ്മനിയിൽ രോഗികളുടെ എണ്ണം 1,60,000 കടക്കുകയും മരണസംഖ്യ 7,000-ത്തോളമാവുകയും ചെയ്തു. ബെൽജിയത്തിലാണ് യൂറോപ്പിൽ അതിവേഗം മരണനിരക്ക് ഉയരുന്നത്. ഇവിടെ രോഗികളുടെ എണ്ണം 50,000 ആയപ്പോൾ തന്നെ മരണസംഖ്യ 8,000 എത്തി. രോഗികളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ബെൽജിയം. ലോക്ഡൌൺ ഇളവ് നൽകുന്ന രാജ്യങ്ങളിൽ വൈറസ് വ്യാപനം വർദ്ധിക്കുന്നത് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെ കുഴയ്ക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യം അമേരിക്കയുടേതാണ്. എന്നാൽ കോവിഡിന്റെ കാര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ താരതമ്യം സാധ്യമല്ല. അമേരിക്കയിൽ 12 ലക്ഷം പേർ രോഗബാധിതരായപ്പോൾ ഇന്ത്യയിൽ അത് 40,000-ൽ താഴെയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അമേരിക്കയിലെ മരണനിരക്ക് 65,000 കടന്നിരിക്കുന്നു. ലോകത്താകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് മരണങ്ങളിലെ 27% അമേരിക്കയിലാണെന്നിരിക്കെ ഇന്ത്യയിലെ മരണനിരക്ക് 1,200-ന് താഴെയാണ്. 0.5% മാത്രം. ലോക ജനസംഖ്യയുടെ 4% മാത്രമാണ് അമേരിക്കയുടെ പങ്ക്. ഇന്ത്യയുടേത് 18%. സമാനമാണ് സൗത്ത് ഏഷ്യയിലെ മിക്കവാറും രാജ്യങ്ങളിലെയും സ്ഥിതിവിവരക്കണക്കുകൾ. ജനുവരിയിൽ തന്നെ നേപ്പാളിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും 59 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അഭിമാനകരമായ കാര്യം ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. പാകിസ്ഥാനിൽ 678, ബംഗ്ലാദേശിൽ 175, ശ്രീലങ്കയിൽ 7, മാലിദ്വീപിൽ 1 എന്നിങ്ങനെയാണ് ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളിലെ മരണസംഖ്യ. ഭൂട്ടാനിൽ 7 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലോക ജനസംഖ്യയുടെ 23.4% വസിക്കുന്ന സൗത്ത് ഏഷ്യയിലാണ് ലോകത്തെ ദരിദ്രരിൽ 3-1. ഇത്രയും പിന്നോക്കമായ സൗത്ത് ഏഷ്യ എങ്ങനെ കോവിഡിനെ ചെറുത്തുനിൽക്കുന്നുവെന്നത് ആരോഗ്യരംഗത്ത് വലിയ പഠന വിഷയമാണിപ്പോൾ. 1918-ലെ സ്പാനിഷ് ഫ്ലൂ അടക്കമുള്ള മഹാമാരികളിലൂടെ മേഖലയാർജിച്ച പ്രത്യേക പ്രതിരോധശേഷി സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. TBയെ പ്രതിരോധിക്കാനായി ഉപഭൂഖണ്ഡത്തിൽ സാർവത്രികമാക്കിയ BCG വാക്സിൻ സാധ്യതയെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലടക്കം നടപ്പിലാക്കിയ ശക്തമായ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം മേഖലയിൽ വളരെ കുറച്ചു മാത്രം ടെസ്റ്റുകളാണ് നടക്കുന്നതെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ദുർബലമാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതും വലിയ ചോദ്യചിഹ്നമാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പോയ വാരം വലിയ വാർത്തയായിരുന്നു. കിം ജോങ് മരിച്ചെന്നും ഇല്ലെന്നുമുള്ള കിംവദന്തികൾ കോവിഡ് കണക്കെ പടർന്നുപിടിച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാസവള ഫാക്ടറിയുടെ നാട മുറിച്ച് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്. കിം ജോങ് ഉന്നിന്റെ ആരോഗ്യനില സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കെ 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഒരു പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. കിം വന്നപ്പോൾ ജനങ്ങൾ ഹർഷാരവം മുഴക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് KCNA-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. കിം വളം ഫാക്ടറി പരിശോധിക്കുകയും ഉൽപാദന പ്രക്രിയകളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ആധുനിക ഫോസ്ഫറ്റിക് വളം ഫാക്ടറി നിർമ്മിച്ചെന്ന വാർത്ത കേട്ടാൽ തന്റെ മുത്തച്ഛൻ കിം ഇൽ സുങ്ങും പിതാവ് കിം ജോങ്ങിലും വളരെയധികം സന്തോഷിക്കുമെന്ന് കിം വൈകാരികമായി പ്രതികരിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഹോദരി കിം യോ ജോങ്ങിനും രാജ്യത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് കിം ജോങ് ഉൻ ചടങ്ങിനെത്തിയത്.
ചടങ്ങിന്റെ ചിത്രങ്ങൾ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ 15-ന് മുത്തച്ഛന്റെ പിറന്നാളാഘോഷങ്ങളിൽ നിന്ന് കിം ജോങ് ഉൻ വിട്ടുനിന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ബ്രസീൽ പ്രസിഡന്റ് ബോൾസനാരോ തന്റെ നിഷേധാത്മക നയം തുടരുകയാണ്. ഫുട്ബോളിന്റെ മാന്ത്രിക നാടായ ബ്രസീലിൽ കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യമന്ത്രിയെ പുറത്താക്കി ഗവർണർമാരെ ലക്ഷ്യമിടുകയാണ് ബ്രസീൽ പ്രസിഡന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് ഒരു പ്രശ്നമേയല്ല. ആരോഗ്യമുള്ള ഫുട്ബോൾ താരങ്ങൾ കളിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അവരെ കോവിഡ് പിടികൂടില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ കളിക്കളങ്ങൾ തുറന്നു കൊടുക്കാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ് ഈ വലതുപക്ഷ തീവ്രവാദി നേതാവ്. കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ ട്രംപിനെ പോലെ പരാജയമാണ് താനെന്ന് ബോൾസനാരോ തെളിയിച്ചിരിക്കുന്നു. ക്വാറന്റീൻ നടപടികളെ ക്രൈം എന്നാണ് തീവ്ര വലതുപക്ഷക്കാരനായ ബോൾസനാരോ വിളിക്കുന്നത്. നിയന്ത്രണങ്ങളിൽ പരമാവധി ഇളവ് നൽകാനാണ് ബോൾസനാരോയുടെ നീക്കം. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച സമയം മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിലപാടുകാരായിരുന്നു ഗവർണർമാർ. എന്നാൽ ബോൾസനാരോ ഇതിനെതിരായിരുന്നു. ഞാൻ തുടക്കം മുതലേ ആവർത്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: കടകളും സ്ഥാപനങ്ങളും അടച്ചിട്ടുള്ള കോവിഡ് പ്രതിരോധം ഗുണത്തേക്കാളേറെ ദോഷമാകും ചെയ്യുക. വീട്ടിൽ അടച്ചിട്ടിരിക്കാതെ ജനം ജോലിക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ലോക്ക്ഡൌൺ ബ്രസീൽ സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കും. കോവിഡ് വന്നാൽ സംഭവിക്കാൻ പോകുന്ന നഷ്ടം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിസ്സാരമായിരിക്കുമെന്നായിരുന്നു രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ബോൾസനാരോയുടെ പ്രതികരണം. ഇതൊരു ചെറിയ പനി മാത്രമാണ്, കോവിഡ് കൊണ്ടൊന്നും നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ബോൾസനാരോയുടെ നിലപാട്. ലോക്ക്ഡൌൺ തുടർന്നാൽ ബ്രസീലിൽ തൊഴിലില്ലായ്മ പിടിമുറുക്കും. വെനിസ്വേലയിലെ പോലെ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും തുടങ്ങി നിരന്തര പ്രസ്താവനകളും പ്രതികരണങ്ങളുമായി ബോൾസനാരോ വാർത്തകളിൽ നിറഞ്ഞു. അപകടകാരിയല്ലാത്ത ഈ ചെറിയ പനിയെ നേരിടാൻ കായികക്ഷമതയുള്ള തന്റെ ശരീരം തയ്യാറാണെന്ന് വരെ ബോൾസനാരോ പറഞ്ഞു. അപകടമരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ആരും കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടാറില്ലെന്നും ചിലർ മരിച്ചു വീഴുന്നത് സ്വാഭാവികം മാത്രമാണെന്നും ബോൾസനാരോ പറഞ്ഞു. രോഗം പടരാതിരിക്കാൻ സാമൂഹിക വിലക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ജെയർ ബോൾസനാരോ ചെയ്തത്. ബ്രസീലിലെ 27-ൽ 24 ഗവർണർമാർ പ്രസിഡന്റിനെ അനുസരിക്കില്ലെന്ന പരസ്യ നിലപാടെടുത്തതോടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധിക്കും വഴി തുറന്നു. അപ്പോഴും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ നടപടികളുമായി ആരോഗ്യമന്ത്രി ലൂയിസ് ഫെന്റിക് മാൻഡേറ്റ മുന്നോട്ടു പോയി. അല്പം അനുസരണക്കേടാകാം, അത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കും എന്നായിരുന്നു ബോൾസനാരോയ്ക്കെതിരെ മാൻഡേറ്റ എടുത്ത നിലപാട്. ചടുലമായ വേഗത്തോടെ ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചെറുപ്പക്കാരനായ ആരോഗ്യമന്ത്രി പ്രസിഡന്റിനേക്കാൾ സ്വീകാര്യനാകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെ ബോൾസനാരോ മാൻഡേറ്റയെ പുറത്താക്കി. രാജ്യത്തെ 21 കോടിയിലധികം വരുന്ന ജനത്തിൽ ഭൂരിഭാഗവും പ്രസിഡന്റിന്റെ വാക്കുകൾ തള്ളി വീട്ടിലിരുന്നതും ജെയർ ബോൾസനാരോയെ പ്രകോപിപ്പിച്ചു. സാവോപോളോ മേയറായ ജോ ഡോറിയ പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളിയതും വലിയ വാർത്തയായിരുന്നു. അവശ്യ സർവീസുകൾ ഒഴികെ യാതൊന്നും സാവോപോളോയിൽ പ്രവർത്തിച്ചില്ല. ലോക്ക്ഡൌൺ നീട്ടുകയും ചെയ്തു. സാവോപോളോയിലെ മരണനിരക്കിൽ തനിക്ക് സംശയമുണ്ടെന്നും ഗവർണർമാർ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെറ്റായ കണക്കുകളാണ് പുറത്തുവിടുന്നതെന്നും ജോ ഡോറിയയ്ക്കെതിരെ ബോൾസനാരോ പ്രതികരിച്ചു. റിയോ ഡി ജനൈറോ ഗവർണർ വിൻസ്റ്റൺ വിറ്റ്സൺ ഒരു പടി കൂടി കടന്ന് ബോൾസനാരോയുടെ ജനദ്രോഹ നടപടികളെ ഹേഗിലെ രാജ്യാന്തര കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു.
കോവിഡിനെ വില കുറച്ച് കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ്. ട്രംപിനേക്കാൾ അപകടകാരിയായ നേതാവ് എന്നാണ് ജെയർ ബോൾസനാരോയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ മരണസംഖ്യ 6000 കടന്നപ്പോൾ രോഗികളുടെ എണ്ണം 100,000-ലേക്ക് അടുക്കുകയാണ്. കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കൈവിട്ട് കഴിഞ്ഞു. അപ്പോഴും സംസ്ഥാന ഗവർണർമാരെ ആക്ഷേപിക്കാനാണ് ബോൾസനാരോ തുനിയുന്നത്. ഇറ്റലിയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തെറ്റിച്ച് ഇളവ് അനുവദിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങളെ ഗിസപ്പെ കോണ്ടെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ബ്രസീലിൽ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന ഗവർണർമാരെ ഭീഷണിപ്പെടുത്താനാണ് പ്രസിഡന്റ് ബോൾസനാരോ ശ്രമിക്കുന്നത് എന്നത് കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ട് ഗൃഹനാഥൻ തിരികെ എത്തിയ ലണ്ടനിലെ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെ വസതിയിൽ ആഹ്ലാദം പകർന്ന് കുഞ്ഞിന്റെ കരച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരു അംഗം കൂടി. ജീവിത പങ്കാളി കാരി സിമൻസ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. കോവിഡ് ബാധിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 27-നാണ് ബോറിസ് ജോൺസൺ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. കോവിഡ് കാലത്തെ സന്തോഷവാർത്ത എന്നാണ് കുഞ്ഞിന്റെ ജനനമറിയിച്ച് ബോറിസ് പ്രസ്താവന ഇറക്കിയത്. ലണ്ടനിലെ സർക്കാർ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു. കുഞ്ഞിന് വിൽഫ്രഡ് ലോറ നിക്കോളാസ് ജോൺസൺ എന്നാണ് പേരിട്ടത്. ഇതിൽ നിക്കോളാസ് എന്നത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരായ നിക് പ്രൈസ്, നിക് ഹാർഡ് എന്നിവരോടുള്ള ആദരത്താൽ നൽകിയതാണെന്ന് ബോറിസ് ജോൺസൺ അറിയിച്ചു. കൺസർവേറ്റീവ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവിയായിരുന്ന കാരി സിമൻസ് അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ്. മുൻ ഭാര്യ മറീന വീലറിൽ ബോറിസ് ജോൺസന് 4 കുട്ടികളുണ്ട്. അദ്ദേഹം ലണ്ടൻ മേയറായിരുന്നപ്പോഴുള്ള ബന്ധത്തിലും ഒരു കുട്ടിയുണ്ട്. വേൾഡ് റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ, പി ജെയിംസ് സൈനിങ് ഓഫ്.